നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. 2 മത്സരങ്ങൾ തോറ്റപ്പോഴേക്കും ഇന്ത്യൻ ടീമിനെതിരെയും പുതിയ നായകൻ ശ്രേയസ് അയ്യർക്കെതിരെയും വാളെടുത്തിറങ്ങിയ ആ കപട ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഹേറ്റേഴ്സും ഇപ്പോൾ എവിടെ ഒളിച്ചു എന്നാണ് സ്പോർട്സ് പിച്ചിന് ചോദിക്കാനുള്ളത്. ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ പേസ് ബൗളർമാരുടെ പറുദീസയായ ആ കഠിനമായ ഓവർകാസ്റ്റ് കണ്ടീഷനിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര വെറും 6 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ ചോര തുപ്പി നിൽക്കുമ്പോൾ സിംഹത്തെ പോലെ നെഞ്ചു വിരിച്ചു വന്ന് ഇന്ത്യയെ രക്ഷിച്ച ആ നായകന്റെ പേരാണ് ശ്രേയസ് അയ്യർ. കളി ഒടുവിൽ മഴ കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു വമ്പൻ വിജയത്തിലേക്ക് നയിച്ച് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വരെ തൂക്കേണ്ടിയിരുന്ന ഒരു ക്ലാസ് ഇന്നിംഗ്സ് ആണ് അയ്യർ ഇംഗ്ലീഷ് ബൗളർമാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. കളിച്ച പന്തുകളുടെ എണ്ണം നോക്കി ഈ ഇന്നിംഗ്സിനെ അളക്കാൻ വരുന്ന RCB, മുംബൈ PR ഗ്രൂപ്പുകളെ കൃത്യമായി വലിച്ചു കയറി ഒട്ടിക്കാൻ തന്നെയാണ് ഇന്ന് സ്പോർട്സ് പിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ആ മാസ് ഇന്നിംഗ്സിന്റെ ഇമ്പാക്ട് കേട്ടാൽ ഏത് യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് നിറയും. 2 മാച്ച് തോറ്റപ്പോൾ പൊങ്ങി വന്ന ഹേറ്റേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇംഗ്ലണ്ടിൽ ഓവർകാസ്റ്റ് കണ്ടീഷനിൽ 6-2 എന്ന ഒരു തകർച്ചയുടെ സ്ലോട്ടിൽ വന്ന് കളിച്ച ഈ ഇന്നിംഗ്സ് പക്ക വാല്യുബിൾ ആയിരുന്നു. സാഹചര്യം നോക്കുമ്പോൾ കിടിലൻ ഇന്നിംഗ്സ് തന്നെയാണ് അയ്യർ കളിച്ചത്. കളിച്ച ബോളിന്റെ എണ്ണം നോക്കി ഈ ഇന്നിംഗ്സ് ആരും ജഡ്ജ് ചെയ്യരുത്. എന്തൊരു മനോഹരമായ നായകന്റെ ഉത്തരവാദിത്തമുള്ള ഇന്നിംഗ്സ്. പവർ പ്ലേയിൽ തന്നെ മുൻനിര തകർന്ന് തരിപ്പണമായപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ എങ്ങനെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ശ്രേയസ് അയ്യർ ബാറ്റ് കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ ഇന്നിംഗ്സിന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഇന്നിംഗ്സ് ഹേറ്റേഴ്സിന്റെ വായടപ്പിക്കുന്നത്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മാസ് ഇൻസൈഡ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് വരുമ്പോഴുള്ള ആ കടുത്ത സാഹചര്യത്തിലേക്ക് വരാം. ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഏഷ്യൻ ബാറ്റർമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ആകാശം മേഘാവൃതമായി നിൽക്കുന്ന ഓവർകാസ്റ്റ് കണ്ടീഷനിൽ പന്ത് ഇരുവശത്തേക്കും പാമ്പുകളെ പോലെ സ്വിംഗ് ചെയ്യും. അവിടെയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ കനത്ത പ്രഹരമേൽക്കുന്നത്. സ്കോർ ബോർഡിൽ വെറും 6 റൺസ് എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ 2 പ്രധാന വിക്കറ്റുകൾ ഇംഗ്ലീഷ് പേസർമാർ തെറിപ്പിച്ചു കഴിഞ്ഞിരുന്നു. സ്റ്റേഡിയത്തിൽ ഇംഗ്ലീഷ് ആരാധകരുടെ ആർപ്പുവിളികൾ മുഴങ്ങുന്നു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കടുത്ത ആശങ്ക. മറ്റൊരു വമ്പൻ തകർച്ചയിലേക്ക് ഭാരതം വീഴുമെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം. അവിടെയാണ് 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് നടന്നു വരുന്നത്. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇംഗ്ലീഷ് ബൗളർമാർ കടുത്ത ലൈനിലും ലെങ്തിലും പന്തെറിയുമ്പോൾ ഒരറ്റത്ത് കോട്ട പോലെ ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു ഒരു നായകന്റെ കർത്തവ്യം. അവിടെ പന്തുകളുടെ എണ്ണം നോക്കി 20-20 കളിക്കാൻ നോക്കിയാൽ ഇന്ത്യ വെറും 50 റൺസിന് ഓൾ ഔട്ട് ആകുമായിരുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കരിയറിലെ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയാണ് അയ്യർ അവിടുത്തെ ഓരോ പന്തിനെയും നേരിട്ടത്. ഇനി ഈ ഇന്നിംഗ്സിനെ സോഷ്യൽ മീഡിയയിലിരുന്ന് വിമർശിക്കുന്ന ആ കപട ഹേറ്റേഴ്സിന്റെ ലോജിക്കിലേക്ക് വരാം. ശ്രേയസ് അയ്യർ ഇത്രയും പന്തുകൾ കളിച്ചിട്ട് കുറച്ചു റൺസ് മാത്രമല്ലേ എടുത്തുള്ളൂ എന്ന് ചോദിക്കുന്ന സോഷ്യൽ മീഡിയ കീബോർഡ് വീരന്മാർക്ക് ക്രിക്കറ്റിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് പറയേണ്ടി വരും. 6 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു ടീമിനെ സുരക്ഷിതമായ ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ ഒരു ആങ്കർ ഇന്നിംഗ്സ് അത്യാവശ്യമാണ്. അയ്യർ അവിടെ കളിച്ച ഓരോ പന്തും ഡിഫെൻഡ് ചെയ്ത ഓരോ സ്വിംഗും ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. മികച്ച പന്തുകളെ ബഹുമാനിക്കുകയും മോശം പന്തുകളെ കൃത്യമായി ബൗണ്ടറി കടത്തുകയും ചെയ്തുകൊണ്ട് അയ്യർ ഇന്നിംഗ്സ് പടുത്തുയർത്തി. കളിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയല്ല, മറിച്ച് ആ ഇന്നിംഗ്സ് ടീമിന് നൽകിയ വാല്യൂ നോക്കിയാണ് ഒരു ബാറ്ററെ വിലയിരുത്തേണ്ടതെന്ന് മുൻ ഇതിഹാസങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. 2 മത്സരങ്ങൾ തോറ്റപ്പോൾ നായകനെ മാറ്റണം, അയ്യർക്ക് ക്യാപ്റ്റൻസി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള PR വർക്കുകൾ നടന്നിരുന്നു. എന്നാൽ കഠിനമായ സാഹചര്യങ്ങളിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് താൻ എന്തുകൊണ്ട് ഭാരതത്തിന്റെ നായകനായി എന്ന് അയ്യർ തെളിയിച്ചിരിക്കുകയാണ്. ഹേറ്റേഴ്സിന്റെ വായടപ്പിക്കാൻ ഇതിലും മികച്ചൊരു ക്ലാസ് മറുപടി വേറെ നൽകാനില്ല. ഈ മത്സരത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം എന്തെന്നാൽ കളിമധ്യേ വില്ലനായി എത്തിയ കനത്ത മഴയായിരുന്നു. ശ്രേയസ് അയ്യർ തന്റെ ബാറ്റിംഗിലൂടെ ഇന്ത്യയെ കളിയിലേക്ക് ശക്തമായി തിരികെ കൊണ്ടുവരികയും ഇംഗ്ലീഷ് ബൗളർമാരുടെ ലൈൻ ആൻഡ് ലെങ്ത് തകർക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കളി മഴ കൊണ്ടുപോയത്. കളി പൂർണ്ണമായി നടന്നിരുന്നെങ്കിൽ ഇന്ത്യ ഈ മത്സരത്തിൽ ഒരു വമ്പൻ സ്കോർ നേടുകയും വിജയിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം മറ്റാർക്കും ലഭിക്കില്ലായിരുന്നു. അത് നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെ തൂക്കുമായിരുന്നു. കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇന്നിംഗ്സ് ആയിരുന്നു അത്.
ഒരു നായകൻ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് വലിയ സ്കോറുകൾ നേടുമ്പോൾ മാത്രമല്ല, ടീം കടുത്ത പ്രതിസന്ധിയിലാകുമ്പോൾ രക്ഷകനായി അവതരിക്കുമ്പോഴാണ്. ഈ ഒരു ഇന്നിംഗ്സോടെ ശ്രേയസ് അയ്യർ എന്ന നായകനുമേൽ BCCIക്കും സെലക്ടർമാർക്കുമുള്ള വിശ്വാസം ഇരട്ടിയായിരിക്കുകയാണ്. മിഡിൽ ഓർഡറിൽ കളി നിയന്ത്രിക്കാൻ അയ്യരെ പോലൊരു ടാക്ടിക്കൽ ബ്രെയിൻ ഇന്ത്യക്ക് എത്രത്തോളം ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ഈ ഇംഗ്ലണ്ട് പര്യടനം തെളിയിക്കുന്നു. 2020 ലോകകപ്പിന് ശേഷമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് വലിയൊരു പരിവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സീനിയർ താരങ്ങൾ മാറി നിൽക്കുകയും യുവനിരയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ അവരെ കൃത്യമായി നയിക്കാൻ ശ്രേയസ് അയ്യരെ പോലെയുള്ള ഒരു അനുഭവ സമ്പന്നനായ ക്യാപ്റ്റനെയാണ് ഇന്ത്യക്ക് ആവശ്യം. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ഡൽഹി ക്യാപിറ്റൽസിനെയും ഫൈനലിൽ എത്തിച്ച അയ്യരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഹേറ്റേഴ്സ് എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും ശരി, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അയ്യർ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ ഈ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും നേടിയ ആത്മവിശ്വാസം വരും മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ കണ്ടെത്താൻ അയ്യരെ സഹായിക്കും. ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ടീമിനെ കളിപ്പിക്കാൻ അയ്യർക്ക് പൂർണ്ണമായും സാധിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന പരമ്പരകളിൽ അയ്യരുടെ ബാറ്റിൽ നിന്നും കൂടുതൽ മാസ് ഇന്നിംഗ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ വരവ് അദ്ദേഹം കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു. ഇനി ഹേറ്റേഴ്സിന് ആവശ്യമായ വിമർശനങ്ങളുമായി വരാൻ കഴിയില്ല. കാരണം അയ്യർ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, മൈതാനത്ത് തന്റെ ബാറ്റ് കൊണ്ടാണ്. അതേ സുഹൃത്തുക്കളെ, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഈ ഒരു മാസ് രക്ഷാപ്രവർത്തന ഇന്നിംഗ്സിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? പന്തുകളുടെ എണ്ണം നോക്കി അയ്യരെ വിമർശിക്കുന്ന ഹേറ്റേഴ്സിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വരും മത്സരങ്ങളിൽ അയ്യരുടെ നായകത്വത്തിൽ ഇന്ത്യ വമ്പൻ വിജയങ്ങൾ നേടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് അയ്യരുടെ ഈ മാസ് ക്യാപ്റ്റൻസി ഇന്നിംഗ്സ് വാർത്ത എല്ലാ ആരാധകരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.